കഴിഞ്ഞ ദിവസം വൈകുന്നേരം ലൈബ്രറി വരാന്തയിൽ വെച്ച് ഗീതുവിനോട് അത്രയും കടുപ്പത്തിൽ സംസാരിച്ചതിന് ശേഷം ആകാശിന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ബെഡിൽ കിടക്കുമ്പോൾ അവളുടെ ആ നിറഞ്ഞ കണ്ണുകളും മാഷിന് എന്നോട് ഇഷ്ടമില്ല എന്ന ആ ചോദ്യമായിരുന്നു അവൻ്റെ കാതുകളിൽ മുഴങ്ങി കേട്ടത്. താൻ എടുത്തത് ശരിയായ തീരുമാനമാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവളെ വേദനിപ്പിച്ചു എന്നൊരു വലിയ കുറ്റബോധം അവന് ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ചൊവ്വാഴ്ച രാവിലെ കോളേജിലേക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ ആകാശിൻ്റെ മനസ്സിൽ പതിവില്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കാണണം, പതുക്കെ സംസാരിച്ച് അവളുടെ വിഷമം മാറ്റണം എന്നൊക്കെ അവൻ ചിന്തിച്ചു. ബൈക്ക് പാർക്ക് ചെയ്ത് പതിവ് പോലെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അറിയാതെ വരാന്തകളിലും ആ തണൽമരച്ചൂട്ടിലും ഗീതുവിനെ തിരയുന്നുണ്ടായിരുന്നു. എവിടെയും ആ കൊലുസിൻ്റെ ശബ്ദമോ ആ വലിയ കണ്ണുകളോ കണ്ടില്ല. അവൾ ക്ലാസ്സിൽ കാണുമെന്ന് കരുതി അവൻ അറ്റൻഡൻസ് രജിസ്റ്ററും എടുത്ത് തേർഡ് ഇയറിൻ്റെ ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ് റൂമിൻ്റെ വാതിൽക്കൽ എത്തിയപ്പോൾ തന്നെ ആകാശിൻ്റെ നോട്ടം നേരെ ലാസ്റ്റ് ബെഞ്ചിലേക്കാണ് പോയത്. പക്ഷെ അവിടെ സന ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. എന്നും അവളുടെ വലതുവശത്ത് കള്ളച്ചിരിയോടെ ഇരിക്കാറുള്ള ഗീതുവിൻ്റെ ആ കസേര ശൂന്യമായി കിടക്കുകയായിരുന്നു. ആകാശിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു വെപ്രാളം തോന്നി. അവൻ മേശപ്പുറത്ത് ബുക്കുകൾ വെച്ചിട്ട് പതിയെ അറ്റൻഡൻസ് വിളിക്കാൻ തുടങ്ങി. ഓരോ പേര് വിളിക്കുമ്പോഴും അവൻ്റെ ശ്രദ്ധ ആ ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു. റോൾ നമ്പർ 12 ഗീതു എന്ന് വിളിച്ചപ്പോൾ അവിടെ നിന്ന് മറുപടിയൊന്നും വന്നില്ല. ക്ലാസ്സിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. ആകാശ് പതുക്കെ തലയുയർത്തി സനയെ നോക്കി. സന, ഗീതു എന്താ വരാത്തത്? വളരെ സാധാരണ മട്ടിൽ ചോദിക്കാൻ ശ്രമിച്ചതാണെങ്കിലും ആകാശിൻ്റെ ശബ്ദത്തിൽ ആ പരിഭ്രമം ചെറുതായിട്ടുണ്ടായിരുന്നു. സന പതുക്കെ എഴുന്നേറ്റ് നിന്നു. അവൾ മാഷിനെ നോക്കിയത് വല്ലാത്തൊരു ഭാവത്തിലാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഗീത കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പോയതെന്ന് സനയ്ക്ക് അറിയാമായിരുന്നു. അതിന് കാരണം ഈ മുന്നിൽ നിൽക്കുന്ന മാഷാണെന്ന ഒരു ധാരണ അവളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു താല്പര്യക്കുറവോടെ അവൾ പറഞ്ഞു, അവൾക്കൊന്നും വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു സാർ. എന്താ കാര്യമെന്ന് കൃത്യമായി പറഞ്ഞില്ല. ആ ശരി, ഇരിക്കൂ എന്ന് പറഞ്ഞ് ആകാശ് രജിസ്റ്റർ പൂട്ടി വെച്ചു. അതിനുശേഷം അവന് ക്ലാസ് എടുക്കാൻ ഒട്ടും ശ്രദ്ധ കിട്ടുന്നുണ്ടായിരുന്നില്ല. പുസ്തകത്തിൽ നോക്കി വായിക്കുമ്പോഴും അവൻ്റെ മനസ്സ് ആ ശൂന്യമായ കസേരയിലായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞു തീർത്ത് പീരീഡ് തീരുന്നതിന് മുൻപ് തന്നെ അവൻ ക്ലാസ്സിൽ നിന്നും പുറത്തിറങ്ങി. സ്റ്റാഫ് റൂമിൽ വന്നിരുന്നിട്ടും അവനൊരു സമാധാനവുമില്ലായിരുന്നു. കൂടെ ഇരിക്കുന്ന മറ്റ് പ്രൊഫസർമാർ എന്തൊക്കെയോ ഒന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും ആകാശ് വെറുതെ ഒന്ന് മൂളുകയല്ലാതെ ഒന്നിനും കൃത്യമായ മറുപടി കൊടുത്തില്ല. ചായ കുടിക്കാൻ തോന്നിയില്ല, പുസ്തകം നോക്കാൻ പറ്റിയില്ല. അവൾ എപ്പോഴും വന്ന് ശല്യം ചെയ്തിരുന്ന ആ വരാന്തയിലേക്ക് നോക്കി അവൻ വെറുതെ ഇരുന്നു. ഒടുവിൽ അവിടെ ഇരിക്കാൻ വയ്യാതെ ഉച്ച കഴിഞ്ഞ് അവൻ പ്രിൻസിപ്പലിനോട് തലവേദനയാണെന്ന് പറഞ്ഞ് ലീവ് എഴുതി ഒപ്പിട്ട് ഹാഫ് ഡേ എടുത്ത് കോളേജിൽ നിന്നും ഇറങ്ങി. ബൈക്ക് ഓടിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും വഴിയിലെ കാഴ്ചകളൊന്നും അവൻ്റെ മനസ്സിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. വീടെത്തിയ ഉടനെ അവൻ ബാഗ് കട്ടിലേക്ക് എറിഞ്ഞ് ജനലിനരികിലേക്ക് ചെന്ന് നിന്നു. ഉള്ളിൽ വല്ലാത്തൊരു വല്ലായ്മ. അവളോട് അത്രയും കടുപ്പിച്ച് പറയേണ്ടിയിരുന്നില്ല എന്ന് അവൻ വീണ്ടും വീണ്ടും ഓർത്തു. അധ്യാപകനാണെന്ന ആ ഒരു മര്യാദ ഉള്ളത് കൊണ്ട് മാത്രമാണ് താൻ പ്രണയം നിരസിച്ചത്. പക്ഷെ ആ നിരസിക്കൽ അവളെ എത്രമാത്രം തളർത്തിയിട്ടുണ്ടാകുമെന്നോർത്തപ്പോൾ അവൻ്റെ ഉള്ളം ഉരുകുകയായിരുന്നു. ഇതേസമയം ഗീതുവിൻ്റെ വീട്ടിൽ അന്തരീക്ഷം തികച്ചും ശാന്തമായിരുന്നില്ല. എപ്പോഴും പാട്ടും പാടി വീട് മുഴുവൻ ഒച്ച വെച്ച് നടക്കുന്ന ഗീതു ഇന്ന് രാവിലെ മുതൽ അവളുടെ മുറിയിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അവളുടെ മുഖത്തെ ആ പ്രസരിപ്പ് മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു. കണ്ണുകൾ ചെറുതായി തടിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ അമ്മ ചായ ഗ്ലാസുമായി മുറിയിലേക്ക് വന്നപ്പോൾ കണ്ടത് കട്ടിലിൽ ഒരരികിൽ വല്ലാതെ നിരാശയോടെ ഇരിക്കുന്ന ഗീതുവിനെയാണ്. അമ്മ ആ ചായ മേശപ്പുറത്ത് വെച്ചിട്ട് അവളുടെ അരികിലേക്ക് വന്നിരുന്നു. മോളെ, നീ ഇന്നെന്താ കോളേജിൽ പോകാത്തത്? രാവിലെ ചോദിച്ചപ്പോൾ തലവേദന എന്ന് പറഞ്ഞു. ഇപ്പോഴും വല്ലാത്തൊരു മുഖമാണല്ലോ നിനക്ക്. സുഖമില്ലേ മോളെ? അമ്മ വളരെ സ്നേഹത്തോടെ അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, വെറുതെ ഒരു മടി തോന്നി, അതുകൊണ്ട് പോകാതിരുന്നതാ. ഗീതു അമ്മയുടെ മുഖത്തേക്ക് നോക്കാതെ പതുക്കെ പറഞ്ഞു. അപ്പോഴേക്കും അവളുടെ അച്ഛനും അങ്ങോട്ട് കടന്നു വന്നു. എന്താ മോളെ, പഠിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ലാസ്റ്റ് സെമസ്റ്റർ എക്സാം വരാറായതല്ലേ, ഇനി ക്ലാസ്സുകളൊന്നും കളയരുത്. എന്തെങ്കിലും അസുഖം പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം. അച്ഛൻ ആവലാതിയോട് ചോദിച്ചു. വേണ്ടച്ചാ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നാളെ പൊക്കോളാം എന്ന് പറഞ്ഞ് ഗീത പതുക്കെ കട്ടിലേക്ക് കിടന്ന് തിരിഞ്ഞു കിടന്നു.
മകളുടെ ആ മാറ്റം അച്ഛനും അമ്മയ്ക്കും വല്ലാത്തൊരു അത്ഭുതമാണ് ഉണ്ടാക്കിയത്. അവൾക്ക് എന്തോ വലിയൊരു വിഷമമുണ്ടെന്ന് അവർക്ക് മനസ്സിലായെങ്കിലും അത് പ്രണയം നിരസിക്കപ്പെട്ടതിൻ്റെ സങ്കടമാണെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അച്ഛനും അമ്മയും മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഗീതു പതുക്കെ എഴുന്നേറ്റിരുന്നു. അവളുടെ ഉള്ളിൽ ആകാശ് മാഷിനോടുള്ള കടുത്ത നിരാശയും സങ്കടവും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. മാഷിന് എന്നോട് ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ആ കണ്ണുകൾ കണ്ടത് എന്തായിരുന്നു? ഞാൻ അത്രമാത്രം തുറന്നു പറഞ്ഞിട്ടും എന്നെ ഒരു അധ്യാപകൻ്റെ ഗൗരവം കാണിച്ച് ഒഴിവാക്കാൻ മാഷിന് എങ്ങനെ തോന്നി? അവൾക്കൊന്നിനും ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പുറത്ത് ആകാശം, ഇപ്പുറത്ത് ഗീതു ഒരേ സമയം ഒരേ അസ്വസ്ഥതയിലൂടെയാണ് കടന്നു പോകുന്നത്. രണ്ടുപേർക്കും പരസ്പരം ജീവനാണ്. പക്ഷേ ഇടയിലുള്ള ആ അധ്യാപകൻ വിദ്യാർത്ഥിനി എന്ന വേലി ആകാശിനെ തടഞ്ഞു നിർത്തുമ്പോൾ അത് ഗീതുവിന് വലിയൊരു നിരാശയായി മാറുകയായിരുന്നു. ആ പകൽ രണ്ടുപേർക്കും തള്ളി നീക്കാൻ കഴിയാത്തത്രയും നീളമുള്ള ഒന്നായി മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ അസ്വസ്ഥത നിറഞ്ഞ പകൽ പതുക്കെ ഇരുണ്ടു തുടങ്ങി. വൈകുന്നേരമായിട്ടും ആകാശിന് മുറിയിൽ ഒരു സമാധാനവും കിട്ടിയില്ല. അവൻ കട്ടിലിൽ കിടന്ന് ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോണ്ടാക്ട് ലിസ്റ്റിൽ തേർഡ് ഇയർ ഗ്രൂപ്പിൽ ഗീതുവിൻ്റെ നമ്പർ കിടപ്പുണ്ട്. ക്ലാസ് ട്യൂട്ടർ ആയതുകൊണ്ട് ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ചതാണ്. അവൻ ആ നമ്പറിലേക്ക് നോക്കി കുറേ നേരം ഇരുന്നു. വാട്സപ്പിൽ അവളുടെ പ്രൊഫൈൽ പിക്ചർ നോക്കിയപ്പോൾ അത് കാണാനില്ലായിരുന്നു. ഒന്നുകിൽ അവളത് മാറ്റിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്പർ സേവ് ചെയ്യാത്തവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ പ്രൈവസി സെറ്റിങ്സ് ഇട്ടിട്ടുണ്ടാകും. ആ നമ്പറിലേക്കൊന്ന് വിളിച്ചാലോ എന്നവൻ ആലോചിച്ചു. പക്ഷേ പകുതി രാത്രിയിൽ ഒരു പ്രൊഫസർ വിദ്യാർത്ഥിനിയെ ഫോണിൽ വിളിച്ചാൽ അത് വീട്ടുകാർ കണ്ടാൽ വലിയ പ്രശ്നമാകും. അല്ലെങ്കിൽ തന്നെ താൻ എന്ത് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങും? നീ എന്തായിരുന്നു വരാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ തൻ്റെ വെപ്രാളം അവൾക്ക് മനസ്സിലാവില്ലേ? അധ്യാപകൻ്റെ ആ ഒരു പദവിയും ഈഗോയും അവനെ പിന്നോട്ട് വലിച്ചു. ഫോൺ ബെഡിലേക്ക് എറിഞ്ഞ് അവൻ വെറുതെ കണ്ണടച്ച് കിടന്നു. ഇതേ സമയം ഗീതുവും ഉറങ്ങാതെ ബെഡിൽ കിടന്ന് ഫോൺ നോക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മാഷ് അത്രയും കടുപ്പത്തിൽ സംസാരിച്ചതിന് ശേഷവും മാഷിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജോ കോളോ അവൾ അറിയാതെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. വാട്സാപ്പ് തുറന്ന് മാഷിൻ്റെ നമ്പർ പലവട്ടം നോക്കിയെങ്കിലും അവിടെ ലാസ്റ്റ് സീൻ പോലും കാണാനില്ല. മനസ്സിൽ അല്പം പോലും സ്നേഹമില്ലാത്ത മനുഷ്യൻ. ഞാൻ വരാതിരുന്നിട്ടൊന്നും തിരക്കാൻ പോലും തോന്നിയില്ലല്ലോ എന്നോർത്തപ്പോൾ സങ്കടത്തോടൊപ്പം ചെറിയൊരു വാശിയും അവളുടെ ഉള്ളിൽ വളരുന്നുണ്ടായിരുന്നു. നാളെ കോളേജിൽ ചെന്നാൽ മാഷിൻ്റെ മുഖത്ത് നോക്കില്ലെന്നും തികച്ചും അപരിചിതയെപ്പോലെ പെരുമാറുമെന്നും അവൾ ഉറപ്പിച്ചു. പുറത്ത് കനത്ത മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ രണ്ടുപേരും ഉറക്കമില്ലാതെ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് ജനലരികിലേക്ക് ചെന്ന് നിന്നു. പരസ്പരം കാണാതെയും സംസാരിക്കാതെയും ഇരുന്ന ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ തങ്ങൾക്ക് പരസ്പരം ഇല്ലാതെ പറ്റില്ലെന്ന വലിയൊരു സത്യം രണ്ടുപേരും തിരിച്ചറിയുകയായിരുന്നു.